അപ്പൊ അൺനോൺ വ്യൂ പോയിന്റ് സെക്കൻഡ് പാർട്ടാണിത്. അപ്പൊ ഇന്ന് എന്തായാലും നമ്മളെ അവിടെ എത്തിയിരിക്കും, ആ ഒരു വ്യൂ പോയിന്റ് കണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഓൾറെഡി കണ്ടൊരുത്തും നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് അവനെയും വിശ്വസിച്ച് നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് ആയിട്ടാണ് പോകുന്നത്. ഒരാളെയും കൂടെ എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മള് ബൈക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടെ മൈലേജ് ഉള്ള ഒരു വണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, കുറച്ച് സീനാണ് റോഡ്. ഓക്കെ, റോഡ് ഇന്നലത്തെ പോലെ തന്നെ വൻ സീനാണ്. നമ്മൾ ഇന്നലെ സ്റ്റോപ്പ് ചെയ്ത് എവിടെയാണോ അവിടെ നിന്നാണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇന്നലെ സ്റ്റോപ്പ് ചെയ്ത അതേ സ്ഥലത്ത് അതേ മരം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് എന്താ പറയാ, അത് അപ്പുറത്തെ ഒരു ചെറിയ റൂട്ട് ഉണ്ടായിരുന്നു, അപ്പൊ അതിൽ കൂടെ കയറിപ്പോയത്. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ആരും മരത്തിന്റെ സൈഡിലുള്ള റൂട്ട് ഞങ്ങള് നേരെ കണ്ടില്ല. പിന്നെ അവനറിയായിരുന്നു എവിടെ ഒരു റൂട്ട് ഉണ്ടെന്ന്, പക്ഷെ കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. അപ്പോ എന്തായാലും ടൈം ആയല്ലോ, അപ്പൊ ഇന്നലെ പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്തത്. അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് ടൈം ഉണ്ട്. ഇന്ന് നമ്മളൊരു ഉച്ചയാകുമ്പോഴാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മൃഗത്തിന്റെ ശല്യമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. അപ്പൊ ഏതായാലും കുറച്ചു ദൂരം കഴിയുമ്പോൾ നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോകണം. അപ്പൊ കുറച്ചു ദൂരമേ ഉള്ളൂ എന്നാണ് അവൻ പറഞ്ഞത്. അപ്പോ അവിടെ പോയിട്ട് എന്താ കാണാന്നൊന്നും നമുക്ക് അറിയില്ല. സോ ഈ ഒരു വീഡിയോ എത്രത്തോളം വേർത്തി ആണ് എന്ന് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ, പെർസെന്റേജ് കമന്റ് ചെയ്താലും മതി. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ ഏതായാലും ഇവിടെ നിന്ന് നടക്കുകയാണ് ഗൈസ്. ഓക്കെ, നടക്കുകയാണ്. അപ്പോ കുറച്ചുകൂടെ ഉള്ളൂ എന്നാണ് അവൻ പറഞ്ഞതൊക്കെ. അപ്പൊ ഇതിന്റെ ഓൺ വോയിസ്, അതായത് വീഡിയോ വോയിസ് ഞാൻ ശരിക്കും മ്യൂട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. കാരണം വീഡിയോ വോയിസിലൊന്നും ക്ലാരിറ്റി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പോലും യൂസ് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വല്ല കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ അത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇവിടുന്ന് ഇനിയൊരു എത്ര 10 മീറ്റർ ഉണ്ടാവുന്നു, 10 മീറ്ററും ഉണ്ടാവില്ല എന്നാണ് അവൻ പറഞ്ഞത്. ഫുള്ള് ഉൾക്കാടാണ്. ഓക്കെ, ഫുള്ള് ഉൾക്കാട് പറഞ്ഞാൽ ഉൾക്കാട് അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണിത്. അപ്പോ ശരിക്കും നല്ല ഫിയർ ആവും എന്തായാലും. ഓക്കെ, പിന്നെ നമ്മൾ വണ്ടിയും കൊണ്ടൊക്കെ വരുമ്പോ അത്യാവശ്യം കണ്ടീഷൻ ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇവിടെ നിന്നൊക്കെ എങ്ങാനും പെട്ടുപോയാ പിന്നെ വണ്ടി അവിടെ വെച്ചിട്ട് എങ്ങാനും അതിന്റെ ഉള്ളിൽ നിന്ന് വെളിയിൽ ഇറങ്ങുക എന്നൊരൊറ്റ അത് മാത്രമേ ഉള്ളൂ. കാരണം ഇരുട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും അവിടെ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി വേറെ വല്ലതൊക്കെ നമ്മളൊന്ന് ചെയ്തിട്ട് പോകും. അപ്പൊ ഏതായാലും നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ നിന്ന് ഉള്ളൊരു വ്യൂ ആണ് നമ്മൾ പ്രതീക്ഷിച്ച് വന്നതൊക്കെ. ഒരു മലന്റെ ഒരു വ്യൂ ആണ് ഗീസ്. ഇത് ശരിക്കും പറഞ്ഞൊരു മലന്റെ വ്യൂ ആണിത്. ഇത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്താൽ ഞാൻ ഉറപ്പായിട്ടും ഇത് എവിടെയാണ് സ്ഥലം എന്നുള്ളത് ഷോർട്സിൽ ഇട്ട് തരുന്നതായിരിക്കും. ഇതുപോലെ ലോങ് വീഡിയോ ലേഗ് അടിച്ചിട്ടൊന്നും ഇടില്ല, അപ്പോൾ ഷോർട്സിൽ ഇട്ട് തരുന്നതായിരിക്കും. അപ്പൊ ഗൈസ്, നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യൂ പോയിന്റിന്റെ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, കംപ്ലീറ്റ് പ്ലെയിൻ ആണ് കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം വൈബ് അടിക്കാൻ പറ്റിയ സ്ഥലമാണ്. അത്യാവശ്യം നല്ല വ്യൂ ഉള്ളൊരു തന്നെയാണ്. ഓക്കെ, വ്യൂ പോയിന്റ് തന്നെയാണിത്. പിന്നെ നമ്മള് അവിടെ ഒരുപാട് സമയം നിൽക്കാനൊന്നും നിന്നില്ല, ഞങ്ങളും എല്ലാം അവിടെ നിന്ന് സ്കൂട്ടായി. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം.